പേരോടെ അതുകൊണ്ടൊന്നും സലാമത്താവൂലട്ടോ. വളരെ വിനയത്തോടെ പറയണം, സലാമത്താവൂല. നാദാപുരത്ത് നിങ്ങൾ കിടന്ന് പെടക്കലാ പോയി കാണുന്നത്. ചോദ്യം വേറെ, ഉത്തരം വേറെ. എൻ്റെ ചോദ്യം ആവർത്തിക്കുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ വിളിച്ച അല്ലാഹ് ആര്? ഉത്തരം കൊടുത്ത അല്ലാഹ് ആര്? ഉത്തരം കിട്ടിയത് ആദരിച്ചുകൊണ്ടോ അനാദരിച്ചുകൊണ്ടോ എന്ന ചോദ്യമേ ഇവിടെ ഇല്ല. അതിന് നിങ്ങൾ മറുപടിയും നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ചോദ്യത്തിനാ മറുപടി പറയേണ്ടത്. ആരെയാണ് അവർ വിളിച്ച് തേടിയത്? ഏത് അല്ലാഹയാണ് ഉത്തരം കൊടുത്തത്? സങ്കല്പ അല്ലാഹ് ഉത്തരം കൊടുക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തെ ഉരുട്ടി പിരട്ടി ഇങ്ങോട്ടാണ് തിരിച്ചത് എന്നും എന്താണ് മറുപടിയിൽ സൂചിപ്പിക്കുന്നത് എന്നും ചുരുങ്ങിയ നിലക്ക് നിങ്ങളൊന്ന് കേട്ടോളൂ. പേരോട് തന്നെ പറയട്ടെ, അദ്ദേഹത്തിന്റെ അട്ടിമറി മൂപ്പരൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അബൂജഹലിന് അല്ലാഹു തആല ഉത്തരം കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ദുആക്ക് ഉത്തരം കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? അബൂജഹലിനെ കൊണ്ടാണോ ദുആ ചെയ്യിപ്പിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, വേണമെങ്കിൽ അടുത്ത വരവിൽ മൗലവി വന്നിട്ട് പറയും, അന്തിർനീ. ഇബ്ലീസ് പറഞ്ഞു അല്ലാഹുവോട്, എന്നെ നീ നീട്ടിയിട്ടേർന്നേ, ഖിയാമത്ത് നാൾ വരെ നീട്ടിയിട്ടേർന്നേ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ. അതേ, എന്നെ ഞാൻ നീട്ടിയിട്ട് ഖിയാമത്ത് നാൾ വരെ നിനക്ക് ആയുസ്സുണ്ട്. ഓ മോനെ, ശരിക്കും മനസ്സിലാക്കണം, അത് ഈ ഇബ്ലീസിന്റെ ദുആ ബർക്കത്ത് കൊണ്ട് കിട്ടിയതല്ല. അത് അല്ലാഹ് നേരത്തെ തീരുമാനിച്ച കാര്യം നടപ്പാക്കുകയാണ്. ഈ ദുആ ബർക്കത്ത് കൊണ്ട് കിട്ടിയതല്ല. അതേസമയം ബാഹ്യമായി അതൊരു ഉത്തരം കിട്ടിയതുപോലെ തോന്നും. അതുകൊണ്ട് ബാഹ്യാർത്ഥത്തിൽ ഉത്തരം കിട്ടിയെന്ന നിലക്ക് ചില ഉദ്ധരണികൾ എവിടെയെങ്കിലും കണ്ടേക്കാം. ഇതുപോലെ അതാ മുശ്രിക്കുകളുടെ കുഫാറുകളുടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കണ്ടേക്കാം. അത് കാണുന്ന മുതഅല്ലിമീങ്ങൾ പേരോടിന്റെ ശ്രദ്ധയിൽ അത് വിട്ടിട്ടില്ലെന്ന് ധരിക്കണ്ട. അതുകൊണ്ടൊന്നുകൂടി ഞാൻ പറയുന്നു, ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് പറയുന്ന ഇക്റാമ് തക്രീം, അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു ബഹുമാനമാണത്. ദുആക്ക് ഉത്തരം കിട്ടുക എന്ന ബഹുമാനം അത് ഇബ്ലീസിന് കിട്ടൂല, അബൂജഹലിന് കിട്ടൂല, മുശ്രിക്കിന് കിട്ടൂല, കുഫാറിന് കിട്ടൂല. അങ്ങനെ ഇക്റാമിന്റെ നിലക്ക്, ആദരവിന്റെ നിലക്കുള്ള ഉത്തരം കിട്ടൽ ആർക്കാണ്? അതാണല്ലോ പറഞ്ഞത്, വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലു സാലിഹാത്ത്. അത് തന്നെ ബുഖാരിയിലെ ഹദീസിലും പറഞ്ഞത്. മഹാന്മാര് ചോദിക്കും ഉത്തരമാണ്. ചോദിച്ചാൽ അപ്പൊ തന്നെ ഉത്തരമാണ് മഹാന്മാർ. അത് ബഹുമാനത്തിന്റെ നിലക്കുള്ള ഉത്തരം കിട്ടലാണ്. അതേ സമയത്ത് ഇബ്ലീസിന് കിട്ടി എന്ന് പറയുന്ന ഉത്തരം മുശ്രിക്കിനും കുഫാറിനും കിട്ടി എന്നാരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു നേരത്തെ തീരുമാനിച്ച കാര്യം അപ്പോഴങ്ങ് നടന്നു എന്നാണ്. ബാഹ്യമായി അവർക്ക് ഉത്തരം കിട്ടിയെന്ന് തോന്നിപ്പിച്ചു എന്നാണ്. അല്ലാതെ അവർക്ക് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള അർഹതയുണ്ടെന്നല്ല. അതും കൂടി ഒന്ന് ചേർത്ത് മനസ്സിലാക്കണേ മുതഅല്ലിമീങ്ങളെ. വെറുതെ തെറ്റിദ്ധരിച്ചു പോകരുതെന്ന് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുതഅല്ലിമീങ്ങളെ പിടിക്കപ്പോ മുതഅല്ലിമീങ്ങൾ കുറച്ചൊരു തല ഉണ്ടാവുമല്ലോ, പഠിക്കണ കുട്ടികളുണ്ടാവും. അവരിതിങ്ങനെ കുറെ കേട്ടിട്ടുണ്ടാവും, ആ ഉസ്താദ് പറഞ്ഞത് ശരിയായില്ലല്ലോ. തെക്ബീറൊക്കെ ഒരു ടീം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മറ്റു അതിന്റെ ഇടയിലും ഇങ്ങനെ ചിന്തിക്കും ചിലതൊക്കെ, എന്താപ്പാ പറഞ്ഞത്, അതാണ് ശരിയായില്ലല്ലോ. അപ്പൊ മൂപ്പരാതിങ്ങനെ കണ്ടിട്ട് പറയാണ്, എന്ത് കണ്ടോ, അങ്ങനെ ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന വല്ലതും കണ്ട തെറ്റിദ്ധരിക്കരുതേ, പേരോട് കാണാഞ്ഞിട്ടാന്ന് വിചാരിക്കരുതേ എന്ന് പറഞ്ഞാ, ഞാൻ കണ്ടിട്ടുണ്ട് മോനെ, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് മോനെ. പക്ഷേ സലഫിയുടെ മുമ്പിൽ നാദാപുരത്ത് ഞാൻ പടക്കുമ്പോ ഇതല്ലാതെ രക്ഷയില്ല മുതഅല്ലിമീങ്ങളെ. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുതേ മുതഅല്ലിമീങ്ങളെ. അതാണ് പറഞ്ഞത്. എന്താണെന്നറിയോ, പേരോട് കണ്ടില്ല പെങ്ങള്. ഞാൻ മൂപ്പരോട് ചോദിച്ചോ, അബൂജഹലിന് ഇക്റാമാക്കിയിട്ട് കിട്ടിയ ഉത്തരാണോ എന്ന് എന്റെ ചോദ്യം? ഇക്റാമാക്കി കിട്ടിയ ഉത്തരാണോ അതല്ലാന്നോ എന്റെ ചോദ്യം? എന്റെ ചോദ്യം പഠിക്ക് പേരോടെ. എന്റെ ചോദ്യം, ആരെയാണ് വിളിച്ചത്? ഏതല്ലയാണ് ഉത്തരം കൊടുത്തത്? സങ്കല്പത്തിലുള്ള അല്ലയോ ഒറിജിനൽ അല്ലയോ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കൊരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് ഈ നാദാ